കരിമീൻ ചാകര കാണണമെങ്കിൽ നോക്കിക്കോ. അപ്പോൾ പ്രൊവിഷ്യൻ ഹോബിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു കൂട്ടം ദേ ഇവിടെ, ഒരു കൂട്ടം ഇവിടെ താഴെ, 3 കൂട്ടമുണ്ട് മൊത്തം. പുള്ളിച്ചേട്ടൻ വലയായിട്ട് വരുന്നുണ്ട്. 2 കരിമീൻ കൂട്ടത്തിന് നമ്മൾ സ്പോട്ട് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. ഇവിടെയായിട്ടാണ് കാണുന്നത് കരിമീൻ. പുള്ളിച്ചേട്ടൻ റെഡിയാണ്, പക്ഷേ എറിയാൻ പറ്റിയ സാഹചര്യമല്ല. ഇവിടെയായിട്ട് ഭയങ്കര ആഴമാണ്. ഓ, എന്തോരം വരുമ്പോൾ ഇത് മുള്ളിച്ചേട്ടാ, എന്തോരം നോക്കിയത്. അതിനകത്തൊരു സിലോപ്പിയുണ്ട്, 2 വരാലും ഉണ്ടേ കേട്ടോ. കേട്ടോ ആ കറുത്തയിലയുടെ അവിടെ എറിയ, പെട്ടെന്ന് എറിയുകയാണെങ്കിൽ. കറുത്തയില കണ്ടോ, പോയി താന്നു. പുള്ളിച്ചേട്ടൻ എറിയാൻ പാകത്തിന് റെഡിയായി നിൽക്കുകയാണ്. 3-4 കൂട്ടമാണ് കണ്ടേക്കണേ. ഒരെണ്ണത്തിനകത്തൊരു സിലോപ്പി, ഒരെണ്ണത്തിനകത്തൊരു 2 വരാൽ. വലിയതാണ്. എല്ലാം കണ്ട് സ്പോട്ട് ചെയ്ത് നിൽക്കുക, എറിയാൻ പറ്റുന്നില്ല. സിലോപ്പി തേക്കുന്നു. പാലത്തിൻ്റെ അടിയിലോട്ട് എറിയുകയാണ് മീൻ. വരാലും ഉണ്ട്. ദൈവമേ, എന്നാ വലിയ വരാലോ. പുള്ളിച്ചേട്ടാ റെഡി ആയിക്കോ. അപ്പുറം സൈഡ് വന്നു ഇതുണ്ടോ, വരാൽ പൊങ്ങി. ഇത് പൊങ്ങിക്കണോ, കണ്ടോ. ഇവിടെയാണ് നിൽക്കുന്ന സാധനം. എറിഞ്ഞോ, ഇടുവല്ലേ. പറയണോ, ഒന്ന് എറിഞ്ഞു നോക്ക്. ഈ ഇങ്ങനെ താഴുക. അവസാനം വല വിരിഞ്ഞില്ലല്ലോ. അവസാനം മുരളിച്ചേട്ടൻ എറിഞ്ഞിട്ടിരിക്കുകയാണ്. കുറേ നേരമായി സ്പോട്ട് ചെയ്യുന്ന, എറിയാൻ പറ്റുന്നില്ലായിരുന്നു. ഭയങ്കര ആഴം കൂടുതലാണ് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, വല പുള്ളിക്ക് ഇറങ്ങാൻ പറ്റില്ലാത്ത ചെറിയൊരു ആരോഗ്യ പ്രശ്നം, പനി കാര്യങ്ങളുണ്ട്. എന്തായാലും എറിഞ്ഞിട്ടുണ്ട്. വലിച്ചു നോക്കാം. ഈ കട്ട വെയിറ്റിംഗ് കേട്ടോ. മീൻ അനങ്ങുന്നില്ല, പൊങ്ങിയിട്ടില്ല. അപ്പം എന്തായാലും മുരളിച്ചേട്ടൻ പറയുന്നത് ഇറങ്ങുന്നില്ല എന്ന് പറയുന്നത്. ചെറിയൊരു പനി ലക്ഷണങ്ങളുള്ളതുകൊണ്ട് മുരളിച്ചേട്ടൻ ഇറങ്ങുന്നില്ല. വല ചെറുതായിട്ട് ചുരുങ്ങിപ്പോയി. അതിനാൽ മുരളിച്ചേട്ടൻ ചെറിയ സങ്കടത്തിലാണ്. പ്രതീക്ഷയ്ക്കൊത്ത് നമുക്ക് മീൻ കിട്ടുമെന്ന് തോന്നുന്നില്ല. എന്തായാലും വലിക്കുകയാണ് വല. പറയാം, തട്ടുണ്ടോ? ഒരെണ്ണമുണ്ടോ? 2 തട്ടിയല്ലേ. ഉടക്കിയില്ലല്ലോ. ഒരെണ്ണം കിടപ്പുണ്ട്. ബാക്കിയെല്ലാം പോയാൽ മതി ചേട്ടാ. എൻ്റെ ഒറ്റ കരിമീനുള്ളോ? പിടിക്കണോ? ഒരെണ്ണമുള്ളോ? അതായത് ചവിട്ടി പിടിച്ചായിരുന്നെങ്കിൽ എത്ര മീൻ കിട്ടിയാനല്ല. അവസാനം 2 എണ്ണം കിട്ടി. കൂട്ടമായിരുന്നു, മിസ്സായി. വലിയതും ഒരു ചെറുതും അല്ലേ. ഇതാണ് 2 എണ്ണം കിട്ടിയേക്കണത്. അത് എറിഞ്ഞേക്കണടുത്ത് കുറച്ച് നച്ചറ കണ്ടിട്ട് എറിഞ്ഞിട്ടുണ്ട് മുരളിച്ചേട്ടൻ. വലിച്ചോ, മീനുണ്ടല്ലോ. കൊള്ളാം. കോല ഉടക്കിയില്ല. ഇഷ്ടം പോലെ മീനുണ്ട്. കൊള്ളാം, അടിപൊളി. ഈ ഓറഞ്ച് അടിപ്പോയി മുരളിച്ചേട്ടാ. എൻ്റെ അമ്മ, നാച്ചറയുടെ അഭിഷേകം. എവിടെ വരാൽ? വരാൽ പോയാ? എറിഞ്ഞതല്ലേ. ഇതായിരുന്നു സാധനം അല്ലേ. പൈസ ഉണ്ടല്ലേ. ആ കോലൊന്ന് എടുത്ത് കളഞ്ഞാൽ ഓക്കെ അല്ലേ. ഇവിടെയാണ് കണ്ടതിനെ. വലിയ കമ്പാണല്ലോ അല്ലേ. അപ്പം ഇന്ന് ഞാൻ മീൻ കയറിയിട്ടുണ്ടായിരുന്നു. ഈ മീനിൻ്റെ പേരാണ് നച്ചറ. എന്താണ് പേരിൻ്റെ? നച്ചറ എടാ. ഇത് കടൽ കരിമീൻ പോലെയുള്ള മീൻ പറയാം. കരിമീൻ എന്നും പറയാം അതിന്. കടൽ കരിമീൻ. 2 കരിമീൻ കിട്ടി. അതിൻ്റെ കൂടെ ഇത്രയും നച്ചറയും കൂടെ ഉണ്ട്. അത്യാവശ്യം ഉണ്ട് അല്ലേ മുരളിച്ചേട്ടാ? 2-3 കിലോ ഇല്ലേ? 2-3 കിലോ ഇല്ലേ കരിമീൻ? ഇത് നച്ചറ. 1 2 3 4 5 6 7
11, 12, 13, 13 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 25 കഴിഞ്ഞിട്ട് 26, 27, 28, 29, 30, 31, 32, 33, അല്ലേ 33 ആയില്ലേ, 34, 35, 36, 37, 38 അല്ലേ. കഴിഞ്ഞ അവിടുത്തെ റെക്കോർഡ് തകർത്തപ്പോൾ നമ്മൾ 38 പിടിച്ചു. ഒറ്റ ഏറിന് 2 കരിമീനും കൂടെ കൂടി ഇന്ന് മുള്ളിച്ചേട്ടന് കൊട്ട നിറയെ മീൻ കിട്ടിയിട്ടുണ്ട്.